അത് മംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മളെ പരിപാടി രാവിലത്തെ കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കാഴ്ചകൾ പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടില്ലേ, ചെറിയൊരു കാർമേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അപ്പോൾ രാവിലത്തെ കാഴ്ചകൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രസമല്ലേ? നമ്മുടെ ആ ഒരു ചെടികളൊക്കെ ചെറിയ മഴ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളാ ഒരു കലാത്തിയുടെ ആ ഒരു ബോർഡർ പ്ലാന്റ്സൊക്കെ ഉഷാറാണ്. നമ്മൾ പേൾ ഗ്രാസുകളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കിളികളത്തൊക്കെ രാവിലത്തെ പരിപാടി അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കർട്ടൺ ഇല്ല കേട്ടോ. ബാക്കി ഇപ്പോൾ രാവിലെയൊക്കെ രാത്രി നമ്മൾ കർട്ടൺ ഇടണോണ്ടേ ഇതൊക്കെ നമ്മൾ രാത്രി കർട്ടൺ ഇടും. അപ്പോൾ തണവാ മഴയാ എന്തുണ്ടെങ്കിലും കർട്ടൺ ഇടും അവരുടെ സേഫ്റ്റിക്ക്. അപ്പോൾ ഇഗ്വാന് രാവിലെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് ഫീഡിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫീഡിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊന്തിച്ച് വെക്കുക ചെയ്യുക. ചെറിയ കൂടുകൾക്ക് നമുക്ക് കർട്ടൺ കൊടുത്തിട്ടില്ല, ചെറിയ കൂടുകൾക്കൊന്നും കർട്ടൺ കൊടുത്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ രാത്രി ചിലർ കൂട്ടി കയറില്ല, അതിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് സേഫാണ്. പേൾ ഗ്രാസ്, ഇത് നീഡിൽ ഗ്രാസ് ആട്ടോ ചെറുത്. ഇവിടെ 2 ഗോൾഡൻ എലിക്കോണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഇവിടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നല്ല രസമായിരിക്കും മൊത്തത്തിൽ. ഇപ്പോൾ നമ്മളെ മുമ്പത്തെ മോൺസ്റ്റർ ഫിഷൊക്കെ ചെറിയ സെറ്റപ്പിലാണ് ചെയ്തിട്ടല്ല വൃത്തിയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ഡബിൾ സ്ട്രോങ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ ഞാൻ മോൺസ്റ്റർ ഫിഷസുകളും വേറെ ഫിഷസുകളൊക്കെ വരുമ്പോൾ രസമാണ്. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നല്ലൊരു എൻവയോൺമെൻ്റ് ആക്കി എടുക്കുക. ഫിഷസിൻ്റെ ഒരു കളക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ, കൂടുതൽ ഇനി പണികളൊന്നുമില്ല. പിന്നൊക്കെ കേജുകൾ കണ്ടില്ലേ, ഇവിടത്തൊക്കെ കുറച്ച് പണികളിലാണ്. അപ്പോൾ ഇതിൽ ഏകദേശം എനിക്ക് അറിയാൻ പറ്റും നമ്മുടെ നിലവിലത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ. അത് ഒരു ഗ്രീൻ ചിക്കല്ല, യെല്ലോ സൈഡ് കൊണിയൂർ, പൈനാപ്പിൾ കൊണിയൂർ. ഇതിന് പേര് ഇതുവരെയായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഒരു ഫീമെയിൽ എടുക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡയമണ്ട് ആവും. ഈ കൂടുകളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഹെഡ് ജോഗ്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഇതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് ഇവരെ നമ്മൾ മുകളിലേക്ക് മാറ്റും. ഈ അടിയിൽ കോക്ടെയിൽ പെയർ സെറ്റ് ചെയ്യും കേട്ടോ. ഇതിൽ പിന്നെ നമ്മളെ പൂവാപ്പൂ, ഇതന്ന് കൊണിയൂറല്ല നമ്മളെ ആഫ്രിക്കൻ ലവ് ബേർഡ് കാട്ടിയ പണിയത്. പിന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കോക്ടെയിൽ പെയറുണ്ട്, കോക്ടെയിൽ ബ്രീഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ. ഇത് നമ്മളെ ബഡ്ജീസ് ഇട്ടാ. അപ്പോൾ ഇത് കണ്ടില്ല, 4 സൈഡ് നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ രാത്രി ഇങ്ങനെ ഒരു കർട്ടനും കൂടി നമ്മൾ ഇടും. അപ്പോൾ ഇതിന് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ചെടികളൊക്കെ ഉഷാറാണ്. ഫൈക്കസും ഫിലോഡൻഡ്രാനും അതുകൊണ്ടില്ലേ. ഇത് നമ്മളെ പീജൻ ലോഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾക്ക് കുറച്ച് കലാത്തിയും ലക്കി ബാമ്പും കുറച്ച് ഐറ്റംസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ പടർന്ന് പോകാനുള്ള പോത്തോസുകളും പിന്നെ നമ്മളെ മോൺസ്റ്ററൊക്കെ നല്ല വലിയ ഇലവണ മോൺസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. പടർന്ന് കിട്ടിയാൽ വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ. പീജൻ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ വിശേഷങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഇനി വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കാണിക്കണില്ല. പിന്നൊക്കെ അപ്ഡേറ്റുകൾ ആവശ്യത്തിന് തരുന്നുണ്ട്. ഇതൊക്കെ അതാ കലാത്തിയാസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചെടികൾ നമ്മളെ ഈ ഒരു ഏരിയയിൽ വർക്ക് കുറച്ച് കഴിയാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അലമ്പായിക്ക് എടുക്കുകയാണ്. ഷീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞാൽ സൂപ്പറാവും. നമ്മൾ അക്കോബൈനിൻ്റെ ഏരിയയാണ്. പിന്നെ അത് കണ്ടില്ലേ, നമ്മുടെ സൺകൊണിയൂർ ഫീമെയിൽ എഗ്ഗിലാവും കേട്ടോ. ഫീമെയിൽ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. സൺകൊണിയൂർ കോക്ടെയിലുകൾ. പിന്നെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കലാത്യാസമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വരും കേട്ടോ. ബാക്കിൽ ഏരിയ ഉണ്ട്, അവിടെ കാണിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ബോർഡറിൽ വെച്ച് ഇതൊക്കെ നമ്മളെ മറ്റേ കോഴിക്കൂടുകളാണ്. നമ്മളെ കാത്തു ഇപ്പോൾ ഇതിലുണ്ടാവും. ഓള് ഇപ്പോൾ വരും. അവളെ തുറന്നു വിടാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഏരിയയുടെ കുറച്ച് ക്ലീനിങ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഏരിയയുടെ ക്ലീനിങ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫാമിലെ മെയിൻ്റനൻസിന് ഉള്ളൊരു അണ്ണനാണ്. പിന്നെ നമ്മൾ വേറൊരു അണ്ണനുണ്ട്. പ്രാവും കൂട് ക്ലീനിങ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആളുണ്ടാവും. കാത്തു പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് സെറ്റല്ലേ? പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. നമ്മളെ ഫലവൃക്ഷത്തോട്ടമാണ്. ആമ്പല് ഇതൊക്കെ ഇങ്ങനെ രാവിലെ എണീറ്റിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരിട്ട് കാണാൻ രസമല്ലേ. അതിന് വേണ്ടി വെച്ചുള്ള ഇതൊക്കെ. പിന്നെ നമ്മുടെ പഴത്തോട്ടം മരുന്നടിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാനൊന്നുമില്ല. നോക്കി നോക്കട്ടെ. മരുന്നൊക്കെ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട് കുറേയൊക്കെ.
ഇനി ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. പ്രാണികൾ കാര്യമായിട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഇതെന്താ പ്രശ്നം എന്നറിയോ, നമ്മളാ കറക്റ്റ് മരുന്നടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു സംഭവം ഈ വഴിക്ക് കാണില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ പ്രാണിയുടെ അറ്റാക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ. അപ്പോൾ അത് നമ്മൾ മരുന്നടിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇലകളൊക്കെ തളിരിട്ട് വരുന്നുണ്ട്. ഞാൻ പഴച്ചെടിത്തോട്ടങ്ങളുടെ അപ്ഡേറ്റ് ഇപ്പം അടുത്ത് തരില്ല എന്ന് പറഞ്ഞതാണ്. ഏകദേശം സാധനങ്ങളൊക്കെ കായായിട്ടുണ്ട് കേട്ടോ. അത് ബറാബാണ്. ബറാബൊക്കെ കായായിട്ട് കാണാണ്ടായിരുന്നു. കുറേയൊക്കെ കായായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനം സെറ്റായിട്ടുമുണ്ട്, തഴിച്ച് വളരണമുണ്ട്. നമ്മളെ പഴച്ചെടിത്തോട്ടം സെറ്റാണ്. രാവിലത്തെ കാഴ്ചകളാണ് ഇതിൻ്റെ. ഞാൻ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ലേ മനസ്സിന്. അതൊക്കെ തന്നെ അത് മൾബറി. പിന്നെ നമ്മളെ കോഴി ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ രസം. ഇല്ലാത്തത് സാധനം ഇതിലിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വാത്തിയും ടർക്കിയും കുറച്ച് കോഴികളൊക്കെ ആയി നമുക്കൊരു കാണാനുള്ള സെറ്റപ്പും കുറച്ച് ആ വൃത്തിയിൽ സാധനം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു രസമാണ്. രാവിലെ തന്നെ എണീറ്റ് കാഴ്ചകളൊക്കെ കാണുമ്പോൾ. പിന്നെ മൊത്തത്തിൽ നമ്മളെല്ലാ പെറ്റ്സും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എല്ലാം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊക്കെയാണ് ഒരു രാവിലെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ചെറിയ കാഴ്ചകൾ. പിന്നെ നമ്മൾ ആ പ്ലാൻ ചെയ്യണ പോലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും. അപ്പോൾ എന്തായാലും പ്രഭാത കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.